നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഐ.ടിയുടെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. ഈ ചോദ്യങ്ങൾ നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം നമ്മൾ 3 മാർക്കിന് ഐ.ടി പ്രതീക്ഷിച്ചിരുന്നത് LDC തിരുവനന്തപുരം ആയപ്പോഴത്തേനും 5 മാർക്കിനുള്ള ചോദ്യം വന്നു. അപ്പോൾ ഇനിയുള്ള എക്സാമുകളിലും ചിലപ്പോൾ 3 മാർക്ക് എന്നുള്ളത് 5 മാർക്കിന് തന്നെ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നിങ്ങൾ ഐ.ടി പഠിക്കേണ്ടി വരും, ഐ.ടിയിലെ ഭാഗങ്ങൾ കവർ ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെയൊക്കെ അവിടുന്ന് ചോദ്യം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏകദേശം ഖാദി ബോർഡിന്റെ 3 ചോദ്യങ്ങളിൽ നിന്ന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. LDC തിരുവനന്തപുരം അതിലെ 5 ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഐഡിയകളൊക്കെ ക്രോഡീകരിച്ച് ആ ചോദ്യങ്ങളൊന്ന് കാണുന്നു, ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നോക്കുന്നു. ഇതാണ് ഈ ക്ലാസിന്റെ ഉദ്ദേശം. അപ്പോൾ വരൂ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, തിരുവനന്തപുരം LDCയുടെ 5 ചോദ്യങ്ങൾ ആദ്യം നോക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഈ ഓർഡർ വൃത്തിക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നിരവധി തവണ, അനവധി തവണ. ബൈറ്റ് ആദ്യം, അതിനുശേഷം KB എന്നാണ് നമ്മൾ പഠിക്കുന്നത്. KB കഴിഞ്ഞാൽ പിന്നെയുള്ളത് MB എന്നാണ് പഠിക്കുക. MB കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത് GB ആണ്. GB കഴിഞ്ഞിട്ടാണ് TB പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡർ അനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഓർഡർ അനുസരിച്ച് ആരെ നമ്മൾ സെലക്ട് ചെയ്യണം? GB എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആയിട്ടുള്ള ജിഗാബൈറ്റിനെ സെലക്ട് ചെയ്യേണ്ടി വരും. സോ ജിഗാബൈറ്റ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ അടിസ്ഥാനപരമായി ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം അളവുകളാണ്. മെമ്മറി സൂക്ഷിച്ചു വെക്കുന്ന അളവുകളെ വിളിക്കുന്ന പേര്. അത് ഡിവൈസുകൾ ഒന്നുമല്ല, ഉപകരണങ്ങളൊന്നുമല്ല. ഈ അളവുകളിൽ ഏറ്റവും ചെറിയ അളവ് ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം ബിറ്റ് ആണ്. ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ മെമ്മറി അളക്കുന്ന യൂണിറ്റ് ബിറ്റ് ആണ്. ഇതിൽ 4 ബിറ്റിന്റെ ശേഖരമാണെങ്കിൽ അതിനെ നിബിൾ എന്നാണ് വിളിക്കുക. 4 ബിറ്റിന്റെ കളക്ഷനെ വിളിക്കുന്ന പേര് നിബിൾ എന്നാണ്. ഇനി 8 ബിറ്റിന്റെ കളക്ഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബൈറ്റ് എന്നാണ്. അപ്പോ ഒരു നിബിൾ 4 ബിറ്റ് ആണ്. 2 നിബിൾ ആയാൽ അത് 8 ബിറ്റ് ആവും. 8 ബിറ്റ് ഒരു ബൈറ്റുമാണ്. ഇങ്ങനെ 1024 ബൈറ്റ് ചേർന്നാൽ 1 കിലോ ബൈറ്റ് കിട്ടും. 1024 ബൈറ്റ് ചേർന്നാൽ 1 കിലോ ബൈറ്റ്, 1024 കിലോ ബൈറ്റ് ചേർന്നാൽ 1 മെഗാബൈറ്റ്, 1024 മെഗാബൈറ്റ് ചേർന്നാൽ 1 ജിഗാബൈറ്റ്. ഇങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം PB വരെയാണ് പറയാറുള്ളത്. PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെറ്റ എന്നുള്ള വാക്ക്, അതായത് പെറ്റാബൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. പെറ്റ കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് പെസി എന്നൊക്കെ ഓർക്കാം. പിന്നെ എക്സാബൈറ്റ് ഉണ്ട്, പിന്നെ സെറ്റാബൈറ്റ് ഉണ്ട്, പിന്നെ യോട്ടാബൈറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഓർക്കാം. പക്ഷെ സാധാരണ നമ്മുടെ ലെവലിലുള്ള മത്സര പരീക്ഷകളിൽ PB വരെ ചോദിച്ചേ നിർത്താറുള്ളൂ. അപ്പൊ PB വരെ പഠിക്കുക, അത് കഴിഞ്ഞ് പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ് ഓർഡർ. ഇത് വെച്ച് വേണമെങ്കിൽ ചോദ്യം വരാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് മനസ്സിലായിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ശരിക്കുമുള്ള ചോദ്യം. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. ഇതിൽ ഒന്നാമത്തെ ആൾ പരിശോധിക്കുന്നു, എഡ്ജ് മൈക്രോസോഫ്റ്റ്. എഡ്ജും മൈക്രോസോഫ്റ്റും തമ്മിൽ നല്ല ബന്ധമുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ എന്താണ് എഡ്ജ്? മൈക്രോസോഫ്റ്റിന്റെ എന്താണ് എഡ്ജ് എന്ന് മനസ്സിലാക്കുക. മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ആണ്. വെബ് ബ്രൗസറിനെയാണ് എഡ്ജ് എന്ന് വിളിക്കുക. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ ആണ് ബിങ്. മൈക്രോസോഫ്റ്റിന്റെ, നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ഇപ്പൊ ബിങ് എന്നായിരിക്കും വന്നത്. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിൻ, എല്ലാം സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പോർട്ടൽ, വിൻഡോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെയാണ് ബിങ് എന്ന് പറയുന്നത്. ഇത് എല്ലാ വെബ്സൈറ്റും കാണാനും ആക്സസ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാ ബ്രൗസർ. അപ്പോ എഡ്ജ് ആണ് ബ്രൗസർ. ഗൂഗിളിന് നമ്മൾ ക്രോം എന്ന് പറയുന്ന പോലെ മൈക്രോസോഫ്റ്റിന്റെ ആളാണ് എഡ്ജ് എന്ന് പറയുന്നത്. 2, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്. ശരിയാണ്. ഫോട്ടോഷോപ്പ് ശരിയെന്നല്ല, ഇത് ശരിയാണോ? മൈക്രോസോഫ്റ്റിന്റെ ആണോ ശരിക്കും ഫോട്ടോഷോപ്പ്? ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയാണ്. ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇതൊരു ഇമേജ് എഡിറ്റർ ആണ്. ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് മൈക്രോസോഫ്റ്റിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എപ്പോഴും ഫോട്ടോഷോപ്പിന് നമ്മൾ പറയാ അഡോബി ഫോട്ടോഷോപ്പ് എന്നാ. അഡോബി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെയാണ് ശരിക്കും ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അഡോബിയുടെ കുറെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് അഡോബി എന്ന് പറഞ്ഞ കമ്പനി. അഡോബിയുടെ ഫോട്ടോഷോപ്പ് ഉണ്ട്. ഫോട്ടോഷോപ്പ് ചോദിച്ചാൽ അത് ഇമേജ് എഡിറ്റർ ആണ്. അഡോബിയുടെ ലൈറ്റ് റൂം ഉണ്ട്. ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ലൈറ്റ് റൂം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും ഇമേജ് എഡിറ്റർ ആണ്. ഇതിനെ ഞാൻ ഇമേജ് എഡിറ്റർ എന്ന് വിളിച്ചു. ഇനി വേറെ ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ പറയാം. അഡോബിയുടെ പ്രീമിയർ എന്ന് വേണമെങ്കിൽ പറയാം.
പ്രീമിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോ എഡിറ്റർ ആണ്. അഡോബിയുടെ ഒരു വീഡിയോ എഡിറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രീമിയർ വീഡിയോ എഡിറ്റർ ആണ്. ഇതുപോലെ വേണമെങ്കിൽ അഡോബിക്ക് ഒരു ഓഡീഷൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇത് അഡോബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഡിയോ എഡിറ്റർ ആണ്. ഇത് ഓഡിയോ എഡിറ്റർ ഓഫ് അഡോബി എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ ഗ്രാഫിക്സ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ട്, അതിനെ ഇല്യൂസ്ട്രേറ്റർ എന്ന് വിളിക്കും. ഇല്യൂസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അഡോബിയുടെ ഗ്രാഫിക്സ് എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് എന്ന് കേട്ടാലോ ഇല്യൂസ്ട്രേറ്റർ ഓർക്കുക. ഫോട്ടോഷോപ്പ് ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട്. ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അഡോബിയുടെ ഇമേജ് എഡിറ്റർ ആണ്. പ്രീമിയർ എന്ന് കേട്ടാൽ വീഡിയോ ആണ് പ്രീമിയർ ചെയ്യാറുള്ളത്, സോ വീഡിയോ എഡിറ്റർ ആണ്. ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഓഡിയോ എഡിറ്റർ ആണ്. പാട്ട് പാടണമെങ്കിൽ ഓഡിഷൻ നടത്തിയിട്ടാണ് നമ്മൾ സിനിമയിൽ പാടിക്കാമെന്ന് ഓർത്താൽ മതി. ഇല്യൂസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലപോലെ ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. ഗ്രാഫിക്സ് എഡിറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതൊക്കെ അഡോബിയുടെ കുറച്ച് സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്തിയതാണ്. ഇനി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണോ? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അത് ശരിയായിട്ടുള്ളതാണ്. മാക് OS ആപ്പിളിന്റെ ആണ്. ആൻഡ്രോയിഡ് ആരുടെയാ? ഗൂഗിളിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഗൂഗിളിന്റെ ആണ്. ആൻഡ്രോയിഡ് ഗൂഗിളിന്റെ ആണ്. ഇതെല്ലാം എന്താ? OSകളാണ്. ഇത് OS ആണ്. ഇതും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, OS ആണ്. 1, 3, 4 ഇവയാണ് ശരി നമുക്ക് പറയാൻ പറ്റുക. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ കുറച്ച് OSകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ കൂടുതൽ OSനാണ് പ്രാധാന്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് OSകളെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കമ്പനി അതിന്റെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന OS, ഓരോ കമ്പനിയും കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന OSനെ ഡെസ്ക്ടോപ്പ് OS എന്നാണ് വിളിക്കുക. ഡെസ്ക് ടോപ്പ് OS നമ്മൾ വിശേഷിപ്പിക്കും. അപ്പൊ അതിന്റെ ഡെസ്ക് ടോപ്പ് OS അല്ലെങ്കിൽ നോർമൽ OSന്റെ പേരും പിന്നെ മൊബൈൽ OS ഉണ്ടെങ്കിൽ അതിന്റെ പേരും നമ്മൾ എഴുതാൻ ശ്രമിക്കുകയാണ്. നോക്കിക്കോ, മൈക്രോസോഫ്റ്റിന്റെ ഡെസ്ക്ടോപ്പ് OS ഏതാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ അതിന്റെ പേര് വിൻഡോസ് എന്നാണ്. വിൻഡോസ് മൈക്രോസോഫ്റ്റിന്റെ ഡെസ്ക്ടോപ്പ് OS ആണെന്ന് പറയാം. മൊബൈലിൽ പണ്ട് വിൻഡോസ് മൊബൈൽ ഉണ്ടായിരുന്നു, അതൊക്കെ നിന്ന് പോയി. ഇപ്പോ വിൻഡോസിന്റെ മൊബൈലിൽ OS ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. ആപ്പിളിന്റെ നമുക്ക് നോക്കാം. ആപ്പിളിന്റെ OSനെ നമ്മൾ വിളിക്കുന്ന പേര് മാക് OS അല്ലെങ്കിൽ മാക്കിൻഡോഷ് എന്നാണ്. മാക്കിൻഡോഷ് അല്ലെങ്കിൽ മാക് OS എന്ന് വിളിക്കാം. ഓക്കെ, മാക് OS എന്ന് വിശേഷിപ്പിക്കാം. രണ്ടും ഒരാൾ തന്നെ. ഇനി ഇത് മൊബൈൽ ഫോണിലാവുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് iOS എന്നാണ്. ഐപാഡില് ഐഫോണിലൊക്കെ ആവുമ്പോൾ അതിനെ iOS എന്ന് വിളിക്കും. ഗൂഗിളിന്റെ ഡെസ്ക്ടോപ്പ് OSനെ വിളിക്കുന്ന പേര്, ഇവിടെ എല്ലാവരും ആൻഡ്രോയിഡ് എന്ന് ചാടി പറയും, തെറ്റിക്കും. ക്രോം OS എന്നാണ് ഉത്തരം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഗൂഗിളിന്റെ കമ്പ്യൂട്ടറിൽ അഥവാ ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുന്ന OS ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ക്രോം OS ആ. ക്രോം എന്ന് പറഞ്ഞാൽ മാത്രം, വെറും ക്രോം എന്ന് പറഞ്ഞാൽ അതൊരു വെബ് ബ്രൗസറാ. ക്രോം OS എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി മൊബൈൽ OS എല്ലാവർക്കും അറിയാം, അതിന്റെ ഉത്തരം ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് ഗൂഗിളിന്റെ മൊബൈൽ OS ആണ്. ഇനി ലിനക്സ് ബേസ്ഡ് ആയിട്ട് നോക്കിക്കേ, ലിനക്സ് ബേസ്ഡ് ആയിട്ട് കുറച്ച് OSകൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗ്നു ലിനക്സ് എന്ന് പറഞ്ഞാൽ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OS ആണ്. ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OS ആണ്. IT@School സ്കൂൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് അത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OS ആണ്. ഇങ്ങനെ ഫെഡോറ അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ ഡെബിയൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വെറൈറ്റി നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OS ആണ്. ഇനി മൊബൈലിൽ ഉപയോഗിക്കുന്ന ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു OS ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് KaiOS. മൊബൈലിൽ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു OS ആ. ഇതുപോലെ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള വേറെ ഒരെണ്ണം ഉണ്ട്, ടൈസൺ എന്ന് പറയും. സാംസങ് ഒക്കെ നിർമ്മിച്ച മൊബൈലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് അല്ല, ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള OS ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് അത്ര പ്രാധാന്യമില്ല. KaiOS ഒരു തവണത്തെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനോ ഡിഗ്രി ലെവലിലോ മറ്റോ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ KaiOS ഇത് ഓർത്തു വെച്ചോളൂ, ഇത് ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ OS ആണ്. ഇതൊന്നും ഒരു കമ്പനിയുടെ ആണെന്ന് പറയാൻ പറ്റുകയില്ല. ഇതൊന്നും പക്ക സാംസങ് ഡെവലപ്പ് ചെയ്താണ് ഇത്. എന്നാലും ഇതിന്റെ ബേസ് പാർട്ട് ഒരു കമ്പനിയുടെ ആണെന്ന് പറയാൻ പറ്റില്ല. ലിനക്സ് പ്ലാറ്റ്ഫോമിൽ ആർക്ക് വേണേ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഉബുണ്ടു എന്നൊക്കെ കേട്ടാൽ ലിനക്സ് OS ആണ് ഓർക്കുക. KaiOS, ടൈസൺ എന്നൊക്കെ കേട്ടാൽ ലിനക്സിന്റെ മൊബൈൽ OS ആണ്. മുമ്പോട്ട് പോകുന്നു, സമയം കളയുന്നില്ല. ഇവിടെ AT&T എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആളുടെ ഒരൊറ്റ OSന്റെ പേര് യൂണിക്സ് എന്നാണ്. അപ്പൊ നിങ്ങൾ അവിടെ യൂണിക്സ് എന്ന് കേട്ടാലും അത് ഡെസ്ക്ടോപ്പ് OS ആണ്. ഒരു പഴയ ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു OS എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളെയാണ് യൂണിക്സ് ആണ്. അപ്പൊ യൂണിക്സ് ഒക്കെ AT&T എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ്. എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് മുമ്പോട്ട് പോവാം. വീണ്ടും കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മൈക്രോസോഫ്റ്റ്, ആപ്പിള്, ഗൂഗിള്, ലിനക്സ്. ഈ 4 പേര്, അതായത് ഈ ആദ്യത്തെ 4 പേർക്ക് കൂടുതൽ പ്രയോറിറ്റി. അതിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക, തെറ്റിച്ച് കളയരുത്.
ഡെസ്ക്ടോപ്പ് ഒ എസ് മൊബൈൽ ഒ എസ് രണ്ടുപേരെ ഒന്ന് വേർതിരിച്ച് പഠിക്കാനും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് തിരിച്ചറിയുക. ലാൻ, വാൻ, ക്യാൻ, മാൻ. എപ്പോഴും പിള്ളേര് പറയുമ്പോൾ തന്നെ ലാൻ, വാൻ, മാൻ. കൂടെ ചേർത്ത് പറയാൻ സാധ്യതയുള്ള മറ്റൊരു വാക്ക് പാൻ എന്ന. പാൻ എന്ന് ഇവിടെ തന്നിട്ടില്ല, പാന് പകരം ഇവിടെ തന്നിരിക്കുന്ന ക്യാൻ എന്നാണ്. സോ നമുക്ക് ആൻസർ ചൂസ് ചെയ്യേണ്ട വരും ക്യാൻ. ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാറുണ്ട്. ഒരു ക്യാമ്പസിൽ, ഒരു കോളേജിന്റെ ക്യാമ്പസിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കിനെ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വിളിക്കാണ്. അത് ശരിക്കും ഈ ലാനിന്റെ എക്സാമ്പിളാ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ലാനിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആളാണ്, ഓർത്തിരിക്കുക. വാൻ എന്ന് പറഞ്ഞാൽ വലിയ നെറ്റ്വർക്ക്, രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ രാജ്യത്ത് അകത്തോ ഒക്കെ സ്ഥിതി ചെയ്യുന്ന വലിയ നെറ്റ്വർക്കാണ് വാൻ എന്ന് പറയുന്നത്. മാൻ എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ മാത്രം ബൗണ്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ശരിക്കും ഉള്ളത് പാന്, ലാന്, മാന്, വാന് ഇങ്ങനെയാണ്. ഈ പറയുന്ന ആൾക്കാരെ വെച്ച് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഗാഡ്ജറ്റുകളൊക്കെ കണക്ട് ചെയ്തേക്കുന്നത്, ഇപ്പൊ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വാച്ച് ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു നെറ്റ്വർക്കാണ് പാൻ എന്ന് പറയുന്നത്. ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് നെറ്റ്വർക്ക്, ക്യാമ്പസ് നെറ്റ്വർക്ക്, ഇതൊക്കെ നമുക്ക് പറയാം ലാൻ ആണ്. മാൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഓർക്കുക, കേബിൾ TV നെറ്റ്വർക്ക്, ഒരു സിറ്റിയിൽ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന നെറ്റ്വർക്കിനെയൊക്കെ പറയുന്നതാണ്. വാൻ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്, നമുക്ക് ഇന്റർനെറ്റ് തരുന്ന സേവനദാതാക്കളെ വിളിക്കുന്ന പേര് ISP എന്ന, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ഐഡിയയോ അവരുടെ നെറ്റ്വർക്കോ അല്ലെ BSNL നെറ്റ്വർക്കോ ഇതെല്ലാം വാനിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് 3 പാരാമീറ്റർ നിങ്ങളൊന്ന് ഓർക്കുക. വ്യാപ്തി 10 മീറ്ററിൽ കുറവാണെങ്കിൽ അത് പാനാണ്. 10 കിലോമീറ്ററിൽ കുറവാണെങ്കിൽ ലാൻ എന്ന് വിളിക്കാം. 100 കിലോമീറ്ററിൽ കുറവാണെങ്കിൽ മാൻ എന്ന് വിളിക്കാം. ഇതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രമാത്രം വിശാലമായതാ. ഇത് 10 മീറ്റർ വരെ, ഇത് നമുക്ക് പറയാൻ പറ്റും 10 കിലോമീറ്റർ വരെ, ഇത് 100 കിലോമീറ്റർ വരെ, ഇത് പറയാനൊന്നും പറ്റത്തില്ല. ഇനി ഏറ്റവും ചെറിയ നെറ്റ്വർക്കിലായിരിക്കും ഏറ്റവും സ്പീഡിൽ ഡാറ്റ അയക്കാൻ പറ്റുക. നമുക്ക് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിൽ ഏറ്റവും പെട്ടെന്ന്, കാര്യം അവർ തമ്മിലുള്ള ദൂരം കുറവാ. അപ്പൊ ഏറ്റവും വേഗത്തിൽ ഡാറ്റ അയക്കാൻ പറ്റുന്ന പാനിലാണ്, പിന്നെ ലാനിലാണ്, പിന്നെ മാനിലാണ്, പിന്നെ വാനിലാണ്. എനിക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് ഇപ്പോ ഞാൻ എറണാകുളത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സപ്പോസ് അങ്ങനെ വിചാരിക്കുക, ഞാൻ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് എനിക്കൊരു ഡാറ്റ അയക്കുന്നതാണോ എളുപ്പം, അതോ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ കാലിഫോർണിയയിലെ ഒരു സെർവറിലേക്ക് ഡാറ്റ അയക്കുന്നതാണോ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോടൊക്കെ അയക്കുന്നതായിരിക്കും, ഇങ്ങോട്ട് അയക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഓർക്കുക, ഏറ്റവും അടുത്താണെങ്കിൽ ഡാറ്റ ഏറ്റവും സ്പീഡിൽ അയക്കാൻ പറ്റും, ഏറ്റവും ദൂരെയാണെങ്കിൽ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും. അങ്ങനെ വേണേ ഓർക്കാം. ഇത് കുറച്ച് ഡിവൈസേ കാണുകയുള്ളൂ, സ്ഥാപിക്കാൻ ഒത്തിരി ചെലവില്ല. ഇത് കുറച്ചുകൂടെ ഡിവൈസ് ഉണ്ടാവും, കുറച്ചുകൂടെ ചെലവ് കൂടും. ഇത് കുറച്ചുകൂടെ ഡിവൈസ് ഉണ്ടാവും, കുറച്ചുകൂടെ ചെലവാകും. ഇത് ലോകത്തിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന, അപ്പൊ ഭയങ്കര ചെലവാകും. അതാണ് വിനിമയ വേഗത, ചെലവ്, വ്യാപ്തി, 3 കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. ലാൻ, മാൻ, വാൻ, പാൻ. അപ്പൊ 3 പേരെ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇത് ഫോൺ ഞോണ്ടി എന്തോരം സ്ക്രോൾ ചെയ്ത് നടക്കുന്ന, ഇത് തെറ്റിച്ചിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല. തെറ്റിച്ചാൽ അതുപോലെ കുറ്റബോധം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഈ പറഞ്ഞ മൂന്ന് പേരും ഓർക്കുക, ഇത് 3 പേരും മെറ്റയുടെ കീഴിലുള്ളതാണ്. മെറ്റ എന്ന് പറയുന്നത് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമാണ്, പേരന്റ് കമ്പനിയാണ്. ഇൻസ്റ്റഗ്രാം ഇത് ഫേസ്ബുക്ക് മേടിച്ചു, വാട്സപ്പ് ഫേസ്ബുക്ക് മേടിച്ചതാണ്. ഫേസ്ബുക്ക് അവരുടെ തന്നെ പേരന്റ് കമ്പനിയായി മെറ്റയെ മാറ്റുകയും ചെയ്തു. അപ്പോൾ മെറ്റയുടെ കീഴിലുള്ളതാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. ഇവരുണ്ടാക്കുന്ന ഒരു എന്താ പറയാ, മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞൊരു കഥ കൂടിയുണ്ട്. മെറ്റാവേഴ്സ് എന്നും പറഞ്ഞിട്ട് ഇവർ കുറെ ഇവരുടെ പ്ലാറ്റ്ഫോമുകളെയൊക്കെ കണക്ട് ചെയ്തൊരു സംഗതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരു വിർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോം. അത് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ടെലഗ്രാം എന്ന് പറയുന്നത് ഇവരുമായിട്ട് ബന്ധമുള്ളതല്ല, ഇത് ഡുറൈവ് ബ്രദേഴ്സ്. ടെലഗ്രാമിന്റെ ഫൗണ്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് ഡുറൈവ് ബ്രദേഴ്സ് ആണ്. നിക്കോളായ് ദുറൈവ്, പവൽ ദുറൈവ് എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ്. അപ്പൊ ദുറൈവ് ബ്രദേഴ്സ് ഉണ്ടാക്കിയെടുത്താണ് നമ്മുടെ ടെലഗ്രാം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ ഇത് അവര് എന്താ പറയാ, ഇതൊരു പൂർണ്ണമായും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല ടെലഗ്രാം കുറച്ചൊക്കെ ഇങ്ങനെ പ്രോഫിറ്റിന്റെ കഥയിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതൊന്നും ആലോചിക്കേണ്ട, വിട്ടോളൂ. അപ്പൊ ടെലഗ്രാം എന്ന് പറയുന്നത് ദുറൈവ് ബ്രദേഴ്സ് ഉണ്ടാക്കിയതാണെന്ന് തൽക്കാലം ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി 3 മെറ്റയുടെ കീഴിലുള്ളതാണ്. പോവാം അടുത്ത ചോദ്യത്തിലേക്ക്. ഡീപ് ഫേക്ക് എന്നാൽ എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്ത്? സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണോ? അല്ല. ഈ വാക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്യുക. ഡീപ് ഫേക്ക് എന്ന് മാത്രം, ഫേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വ്യാജ ചിത്രങ്ങൾ, വ്യാജം എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ സെറ്റപ്പ് ആണല്ലോ. അപ്പൊ ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഫേക്ക് ഉൾപ്പെടുന്ന ഒരു നല്ല കാര്യത്തിനാവില്ല.
അപ്പോ സൈബർ സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിൽ ഉപയോഗിക്കുക എന്നാണ്, തെറ്റാണ്. രണ്ടാമത്തെ നിൽക്കട്ടെ, കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഇവിടെ നമുക്കൊരു സംശയം തോന്നും, ഡീപ് ഫേക്ക് ഒരു കള്ള വൈറസ് ആവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അവിടെ നിന്നോട്ടെ, പ്രശ്നമില്ല. നെറ്റ്വർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണം, സംരക്ഷണം നല്ല കാര്യമാണ്, അതിനെങ്ങനെയാ ഫേക്ക് പരിപാടി പറ്റത്തില്ല. അപ്പൊ എ വരികയില്ല, ഡി വരികയില്ല, നമുക്ക് ഉറപ്പാ. പിന്നെയുള്ള രണ്ട് ഓപ്ഷനിൽ ഒന്നെങ്കിൽ ചീത്തയാവണം, രണ്ടും ചീത്ത തന്നെ പറഞ്ഞേക്കുന്നത്. വ്യാജ ചിത്രങ്ങൾ, വീഡിയോ ഇവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കമ്പ്യൂട്ടർ വൈറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വ്യാജം, ഫേക്ക് ആദ്യം തന്നെ ഉത്തരത്തിലേക്ക് പോവാം. ഇതല്ലെങ്കിൽ പോലും സാധാരണ ശരി ഉത്തരം ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് 100% ആക്യുറേറ്റ് ആവില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഒരു പക്ഷേ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ശരിയായത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നീളമുള്ള ആള് ശരിയാവാനാണ് സാധ്യത കൂടുതൽ. ഒരാള് ശരിയുത്തരം സെറ്റ് ചെയ്തു, അതായത് സപ്പോസ് ഇതായിരുന്നു ഉത്തരവെങ്കിൽ പുള്ളി ആദ്യം എഴുതിയ അല്ലെങ്കിൽ ആദ്യം സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതായിരിക്കും. ബാക്കി 3 ഓപ്ഷൻ ഇടുമ്പോൾ ഇതിനേക്കാളും വലിയ യമകണ്ഠൻ ഓപ്ഷൻ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രോബബിളി കൂടുതൽ സമയം എടുക്കും. എന്തിനാ വെറുതെ അത്രയും നീളമുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ പോകുന്നത്? അതുകൊണ്ട് അഥവാ നീളമുള്ള ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്താൽ അത് ഉത്തരമാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് റൂളൊന്നും അല്ല, പോസിബിലിറ്റി ആണ്, പ്രോബബിലിറ്റി. അവർ ഒരു ചോദ്യകർത്താവിന്റെ മൈൻഡ് സെറ്റ് നിന്ന് അനലൈസ് ചെയ്യുന്നു, അത്രമാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ട് നമ്മൾ പറ്റിക്കാൻ മനഃപൂർവ്വം മാറ്റിയിട്ടേക്കാം. ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, പറഞ്ഞതേ ഉള്ളൂ, യുവർ ഓൺ റിസ്ക്, അത്രമാത്രം. അപ്പൊ ഇത്രയൊക്കെയാണ് തിരുവനന്തപുരത്തെ LDCയുടെ ചോദ്യങ്ങൾ പറയാം. ഇനി നമുക്ക് ഖാദി ബോർഡിന്റെ ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഖാദി ബോർഡിന്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം, വേർഡ് പ്രൊസസർ ഓപ്ഷൻ ശരിയാവോ? സാധ്യതയുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്നാ പറഞ്ഞേക്കുന്നത്. റൈറ്റ് ചെയ്യുന്നത് എന്താ? വേർഡ് ആണ് എഴുതുക, വേർഡ് റൈറ്റ് ചെയ്യുന്നു. അങ്ങനെ വേണം വേർഡ് പ്രൊസസറിലേക്ക് പോവാം. വേർഡ് പ്രൊസസർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ റോയും കോളവും സെല്ലുകളൊക്കെ ആയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക, കാൽക്കുലേഷൻസ് നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇമേജ് എഡിറ്റർ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ളത്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു ആശയം കുറെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട്, ആ ആശയത്തെ മൊത്തത്തിൽ ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, വേർഡ് പ്രൊസസറുകൾ ഓരോ കമ്പനിയുടെയും ഏതാന്ന് നോക്കാം, സ്പ്രെഡ്ഷീറ്റ് ഓരോ കമ്പനിയുടെയും ഏതാന്ന് നോക്കാം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഓരോ കമ്പനിയുടെയും ഏതാണെന്ന് നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പ്രൊസസർ ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ വേർഡ് പ്രൊസസറിനെ നമ്മൾ വിളിക്കുന്ന പേര് MS വേർഡ് എന്നാണ്. MS വേർഡ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അതേസമയം ആപ്പിളിന്റെ വേർഡ് പ്രൊസസർ അറിയപ്പെടുന്ന പേര് എന്താണെന്നറിയോ? ആപ്പിളിന്റെ വേർഡ് പ്രൊസസർ അറിയപ്പെടുന്ന പേര് പേജസ് എന്നാണ്. പേജസ് എന്ന് വിളിക്കും. ആപ്പിൾ iWork പേജസ്. ഗൂഗിളിന്റെ വേർഡ് പ്രൊസസറിനെ സിമ്പിൾ ആയിട്ട് ഗൂഗിൾ ഡോക്ക് എന്നാണ് വിളിക്കുക. ഗൂഗിൾ ഡോക്ക് എന്ന് വിളിക്കും. ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത് ഡോക്ക്, ഗൂഗിളിന്റെ ഡോക്ക്. ഇനി ഓപ്പൺ ഓഫീസിലോ അല്ലെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലോ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് റൈറ്റർ എന്ന് വിളിക്കാം. ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഈ റൈറ്റർ ആണ് ഇപ്പൊ ചോദിച്ചത്. ഇനി സ്പ്രെഡ്ഷീറ്റിലേക്ക് നമുക്ക് പോവാം. സ്പ്രെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, മൈക്രോസോഫ്റ്റിന്റെ നമ്മൾ വിളിക്കും MS Excel ആണ്. MS Excel എന്ന് വിളിക്കും. ആപ്പിളിന്റെ നമ്പേഴ്സ് എന്നാ വിളിക്കുക. ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റ് നമ്പേഴ്സ് ആണ്. ഗൂഗിളിന്റെ വെറുതെ ഷീറ്റ് എന്നാ വിളിക്കുക. ഗൂഗിൾ ഷീറ്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. ഇനി ഗൂഗിളിന്റെ ഷീറ്റ് ആണെങ്കിൽ ഓപ്പൺ ഓഫീസിൽ കാൽക്ക് എന്ന് വിളിക്കും. കാൽക്കുലേഷൻ ഉള്ള ആൾ, അപ്പൊ ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് വിളിക്കും, അല്ലെ ലിബ്രെ ഓഫീസ് കാൽക്ക് എന്നൊക്കെ പറഞ്ഞു വിളിക്കും. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നോക്കാം. മൈക്രോസോഫ്റ്റിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്പിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നറിയോ? അത് കീനോട്ട് എന്നറിയപ്പെടും. ആപ്പിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ കീനോട്ട്. ഗൂഗിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്നറിയോ? ഗൂഗിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേര് സുഹൃത്തുക്കളെ സ്ലൈഡ് എന്നാണ്. ഗൂഗിൾ സ്ലൈഡ് എന്ന് വിളിക്കും. ഗൂഗിൾ സ്ലൈഡ്. അപ്പൊ ഗൂഗിളിന്റെ സ്ലൈഡ് എന്താ? ഗൂഗിളിന്റെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഇനി ഓപ്പൺ ഓഫീസിൽ ഇവിടെ പറയാം, ഇംപ്രസ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ആണ്. ഒരു പ്രസന്റേഷനിലൂടെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കല്ലേ. സോ ഇംപ്രസ് നമ്മുടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഫ്രീ ആയിട്ടുള്ള. ഈ റൈറ്ററോ കാൽക്കോ ഇംപ്രസോ ഇതൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ്, ഇമേജ് എഡിറ്റർ, ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ഇമേജ് എഡിറ്റർ ഏതെന്ന് ചോദിച്ചാൽ ആരും പെട്ടെന്ന് ചിന്തിക്കുകയില്ല, എന്നാലും MS പെയിന്റ് ഒരു ഇമേജ് എഡിറ്റർ ആണെന്ന് പറയാം. മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇമേജ് എഡിറ്റർ ആണ് MS പെയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ വേറെ ഏതാ? ആപ്പിളിന്റെ ഇമേജ് എഡിറ്റർ അങ്ങനെ ഓർത്തിരിക്കേണ്ടതായിട്ട് ആരുമില്ല. ഗൂഗിളിന്റെ വേണമെങ്കിൽ സ്നാപ്സീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്നാപ്സീഡ് ഗൂഗിളിന്റെ ഒരു ഇമേജ് എഡിറ്റർ ആണ്. സ്നാപ്സീഡ്.
ഇനി സ്വതന്ത്രമായിട്ടുള്ള ഇമേജ് എഡിറ്ററോ അങ്ങനെ വല്ലതും ചോദിച്ചാൽ ജിംബ്, ഓപ്പൺ ഓഫീസിലോ അങ്ങനെയൊക്കെ സ്വതന്ത്രമായിട്ടുള്ളൊരു ഇമേജ് എഡിറ്ററാണ് ജിംബ്. ജിംബ് ഒരു ഗ്രാഫിക്സ് എഡിറ്ററുമാണ്, ഇമേജ് എഡിറ്ററുമാണ്. ആരുടെയും ഉടമസ്ഥതയിലുള്ളതല്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന ശ്രദ്ധിച്ചു നോക്കുക. മുകളിൽ കമ്പനികളുടെ പേര് നിങ്ങൾ നോക്കിയാൽ മതി. വേർഡ് പ്രൊസസ്സറിനുള്ള എക്സാമ്പിൾ ആണ് ഇതെല്ലാം, സ്പ്രെഡ്ഷീറ്റിനുള്ള എക്സാമ്പിൾ ആണ് ഇതെല്ലാം, പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിനുള്ള എക്സാമ്പിൾ ഇതെല്ലാം, ഇമേജ് എഡിറ്ററിനുള്ള എക്സാമ്പിൾ എല്ലാം. ഇതൊക്കെ ഏത് കമ്പനിയുടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ മേളിലോട്ട് നോക്കുക. കമ്പനിയുടെ പേര് ടൈറ്റിൽ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കമ്പനി ഇവിടുത്തെ മൈക്രോസോഫ്റ്റ്, ഇവിടെ ആപ്പിൾ, ഇവിടെ ഗൂഗിള്, ഇവിടെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ഇതെല്ലാം ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ ഓഫീസിന്റെ ഭാഗമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ്, കേബിൾ ടി വി നെറ്റ്വർക്ക് ഏതിന് ഉദാഹരണം? നമ്മൾ അപ്പുറം കണ്ടേ ഉള്ളൂ, കുറച്ചു മുമ്പ് പറഞ്ഞേ ഉള്ളൂ. കേബിൾ ടി വി നെറ്റ്വർക്ക് ഒന്നിലധികം തവണ ചോദിച്ചിരിക്കുന്നു. ലാന്, വാന്, മാന്, പാൻ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ഒരു സിറ്റിയിൽ ബൗണ്ട് ചെയ്തേക്കുന്ന നെറ്റ്വർക്ക്, അതിന് എക്സാമ്പിൾ ആണ് കേബിൾ ടി വി നെറ്റ്വർക്ക് പറയാൻ പറ്റുക. ബാക്കി എക്സാമ്പിൾ അപ്പുറം എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ വായിച്ചു നോക്കണം. ചോദ്യം ഒരേ ഭാഗത്തുനിന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. നെറ്റ്വർക്കിൽ നിന്ന് വീണ്ടും ചോദ്യം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും പോവാം. മെമ്മറി യൂണിറ്റ്സിൽ നിന്ന് അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മെമ്മറി യൂണിറ്റ്സിൽ നിന്ന് ഇവിടെയും ചോദ്യം വന്നിരിക്കുന്നു. ഇവിടെ ചോദിച്ചേക്കുന്നത് 2 KB എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ് എന്നാ. 2 KB എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ്? നമുക്കറിയാവുന്നത് 8 ബിറ്റ് ചേർന്നാൽ 1 ബൈറ്റ് ആവുമെന്നറിയാം. 8 ബിറ്റ് ചേർന്നാൽ 1 ബൈറ്റ് ആവും. ഇനി നമുക്കറിയാവുന്നത് 1024 ബൈറ്റ് ചേർന്നാൽ 1 കിലോ ബൈറ്റ് ആവുമെന്ന് പറയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് 2 കിലോ ബൈറ്റ് ആവാൻ എന്ത് വേണം? അങ്ങനെയാണെങ്കിൽ 1024 കിലോ ബൈറ്റ്, 1024 കിലോ ബൈറ്റിന്റെ കൂടെ ഒരു 1024 കിലോ ബൈറ്റ് കൂടെ കൂട്ടേണ്ട വരും. അല്ലെങ്കിൽ 1024 കിലോ ബൈറ്റ് ഇൻറ്റു 2 ചെയ്യേണ്ട വരും. നിങ്ങൾ ചുമ്മാ കൂട്ടി നോക്കിയാൽ മതി. 1024 പ്ലസ് 1024, അങ്ങനെയാണെങ്കിൽ ഉത്തരം നമുക്ക് കിട്ടുന്നു എത്രയാ? 2048. 2048 ഈസ് ഈക്വൽ ടു 2 KB എന്ന് നമുക്ക് പറയാം. ഉത്തരം ശരിയല്ലേ? ഓപ്ഷൻ ഡി പക്ക. 2048. അപ്പോൾ ഇത്രയുമായിരുന്നു ഖാദി ബോർഡിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഇവിടെ നിന്നൊക്കെ മനസ്സിലാവുന്ന കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുന്നു, അധികം ടൈറ്റ് സാധനങ്ങളൊന്നും ചോദിക്കുന്നില്ല. അത്യാവശ്യം ബേസിക് സാധനങ്ങൾ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങളുടെ എണ്ണം ഒരുപക്ഷെ ഇനിയും കൂടുതൽ വരാം. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഒന്ന് തയ്യാറാവൂ. നമുക്ക് വീണ്ടും കാണാം, ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഉഷാറായിട്ട് പഠിക്കൂ, ആത്മവിശ്വാസത്തോടെ പോയി എക്സാം എഴുതൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.